എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 +2 പബ്ലിക് എക്സാം അങ്ങനെ അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് ഷീറ്റ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് നമുക്ക് നമ്മൾ എഴുതിയ മാർക്ക്, അതുപോലെ തന്നെ CE മാർക്ക് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക നിങ്ങളുടെ ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഇഷ്ടം കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോലെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. +1 +2 പബ്ലിക് എക്സാം റിസൾട്ട് 2026 റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഇരിക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ CE മാർക്ക്, അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയെടുത്ത മാർക്ക് എങ്ങനെയാണ് നിങ്ങൾക്കത് കൃത്യമായി അറിയാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങൾ പരിശോധിക്കാം. ഇപ്പം നിങ്ങളൊരു +2 വിദ്യാർത്ഥിയാണെങ്കിൽ ആദ്യം നമ്മൾ +1ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഷീറ്റിൽ ഇത് +1ഉം +2ഉം കൂടിയ മാർക്ക് ഷീറ്റാണ്. നിങ്ങൾക്കൊരു +1 വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ +1ലെ മാർക്ക് ഷീറ്റ് മാത്രമേ കാണുകയുള്ളൂ. ഇതിൽ CE മാർക്ക് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതാണ് CE മാർക്ക്. TE മാർക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അതാണ് നമ്മൾ എഴുതിയെടുത്ത മാർക്ക്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന വിഷയം എടുക്കുകയാണെങ്കിൽ അതിൽ 19 മാർക്ക് CE മാർക്കും 37 മാർക്ക് എഴുതിയെടുത്ത മാർക്കും അങ്ങനെയാണ് ഇതിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇനി +2വിൻ്റെ മാർക്ക് ഷീറ്റ് ആണെങ്കിൽ ഇതുപോലൊരു മാർക്ക് ഷീറ്റ് ആയിരിക്കും. ഇതുപോലെ ചിലപ്പോൾ സ്ക്രീനിലൊക്കെ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ ഏതാണ്ട് ടൈപ്പ് ഇതുപോലെ തന്നെയാണ്. +1ഉം +2ഉം ഒന്നിച്ചുള്ളൊരു മാർക്ക് ഷീറ്റാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. +1ഉം +2വിലെ മാർക്ക് ഒന്നിച്ചുള്ളൊരു മാർക്ക് ഷീറ്റാണ് നിങ്ങളുടെ ലഭ്യമാകുന്നത്. നിങ്ങൾ ആ മറ്റേ റിസൾട്ടൊക്കെ വന്ന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നൽകി റിസൾട്ട് ചെക്ക് ചെയ്യാൻ നേരത്ത് ഇതുപോലൊരു സ്ക്രീനായിരിക്കും, ഇതുപോലത്തെ ഒരു മാർക്ക് ഷീറ്റ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതിൽ നിങ്ങളുടെ +1ൻ്റെ റിസൾട്ടും കാണും, അതുപോലെ തന്നെ +2ൻ്റെ റിസൾട്ടും കാണും. അപ്പോൾ ആ +1ൻ്റെ കാണും, അതുപോലെ തന്നെ +2ൻ്റെയും കാണും. അത് കഴിഞ്ഞാൽ രണ്ടും കൂടെ ടോട്ടൽ എത്രയാണെന്നുള്ളത് അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ഏറ്റവും മതി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി. ഇപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 1200 ഈ 1200 എത്ര കിട്ടി എന്നുള്ളതും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. അവിടെ ഓരോ വിഷയം തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ CE മാർക്ക്, TE മാർക്ക് ഉണ്ട്. അതിൻ്റെ +2വിൽ എത്ര മാർക്ക് ലഭിച്ചു എന്നുണ്ട്. +2വിൽ ഇംഗ്ലീഷ് എന്ന വിഷയമാണെങ്കിൽ CE മാർക്ക് 20 മാർക്ക് 20 തന്നെ കിട്ടി. 80 മാർക്കിൻ്റെ എക്സാമിൽ 48 മാർക്ക് സ്കോർ ചെയ്തു. ഗ്രാൻഡ് ടോട്ടൽ എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. തീർച്ചയായും പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ടായിരുന്നു ഗ്രേസ് മാർക്ക് എങ്ങനെയാണെന്ന്. ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ഇപ്പോൾ ഗ്രേസ് മാർക്കിന് പ്രത്യേക കോളം കാണുമോ, അതുപോലെ തന്നെ ഗ്രേസ് മാർക്കിന് അവിടെ തന്നെ ഇപ്പോൾ ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് അവിടെ ഗ്രേസ് മാർക്കിൻ്റെ പ്രത്യേക ഒരു കോളം ഉണ്ടാവുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ നോക്കി കോളം മാർക്കൊന്നുമില്ല. നിങ്ങൾ ഇവിടെ കണ്ടല്ലോ TE മാർക്ക് കണ്ടല്ലോ, ഈ TE മാർക്ക് എന്നൊരു സെക്ഷൻ കണ്ടല്ലോ. ഈ TE മാർക്കിനകത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ 48 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേസ് മാർക്കും കൂടി 48 മാർക്കിൻ്റെ കൂടെ ആഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി 48 മാർക്ക് എന്നുള്ള സ്ഥാനത്ത് അവിടെ ഒരു 50ഓ 55ഓ ഒക്കെ ആയി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രേസ് മാർക്കും കൂടി നിങ്ങളിപ്പോൾ ഇത് റിട്ടേൺ എക്സാമിൻ്റെ മാർക്കാണ്. ഇതിലിപ്പം ഒരു ഗ്രേസ് മാർക്ക് ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റിനാണ് ഗ്രേസ് മാർക്ക് ഇതിൽ ആഡ് ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഇതിലിപ്പം ഗ്രേസ് മാർക്കൊന്നും ആഡ് ആക്കാത്തൊരു റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഉള്ളപ്പോൾ നിങ്ങളുടെ ഈ TE മാർക്കിൻ്റെ കൂടെ +2വിൻ്റെ ടോട്ടൽ എഴുതിയെടുക്കുന്ന മാർക്ക് ഈ TE മാർക്കിൻ്റെ കൂടെ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ആക്കിയാണ് ചെയ്യുന്നത്. അല്ലാതെ ഗ്രേസ് മാർക്കിന് പ്രത്യേക കോളമോ കാര്യങ്ങളോ ഒന്നും കാണുകയില്ല. നിങ്ങളുടെ ഗ്രേസ് മാർക്കും കൂടെ ആ വിഷയത്തിൽ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ടാകും. അപ്പം നിങ്ങളുടെ ഗ്രേസ് മാർക്കിന് എത്രയാണോ മാർക്ക് അധികം ഉള്ളത് ആ മാർക്ക് അതിനകത്തേക്ക് ആഡ് ആകുകയാണ്. അങ്ങനെയാണ് ഗ്രേസ് മാർക്കിൻ്റെ പ്രൊസീജിയർ. ചില വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിച്ചിരുന്നു ഗ്രേസ് മാർക്കിന് പ്രത്യേക കോളം കാണുമോ, എങ്ങനെയാണ് അത് അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ തീർച്ചയായും ഗ്രേസ് മാർക്കിന് പ്രത്യേക കോളമൊന്നുമില്ല. നിങ്ങളുടെ റിട്ടേൺ എക്സാമിൻ്റെ മാർക്കിൻ്റെ കൂടെ അതിനകത്തേക്ക് ആഡ് ആക്കിയാണ് ഗ്രേസ് മാർക്ക് ചെയ്യുന്നത്. തീർച്ചയായും പരിപാടി ഇത്തരത്തിൽ ചോദിച്ചുകൊണ്ടാണ് വീഡിയോ ഉള്ളപ്പോൾ പുതിയ കാണുന്ന സ്ക്രിപ്റ്റ് ഫോർ വാച്ചിങ് ബൈ.